ഇവിടെ എവിടെ വലത്തിരിഞ്ഞ് മേപ്പോട്ട് നോക്ക്. ഇവിടെ മുകളിലായിരുന്ന എവിടെ റോക്കറ്റ് വിട്ടല്ലോ പോകുന്നത്? ഒന്നും പറയണ്ട കുട്ടപ്പ, ഇന്ന് പാല് നേരത്തെ തീർന്നുപോയി. അത് തൂക്കി പിടിച്ചിട്ട് കണ്ടപ്പോഴേ തോന്നി നാട്ടുകാരെ കൂടി അറിയിക്കണം. ആക്കല്ലേ അല്ല, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. നിശ്ചയക്കളത്തിന് ഒരുപാട് പണിക്കാരുണ്ടായിരുന്നു. പാല് നേരത്തെ തീർന്നുപോയി. അയ്യോ, ഞാൻ ആ ഹാജിയാരെ വീട്ടിൽ നിന്ന് പാല് മേടിച്ചിട്ട് വരുന്ന വഴിയാ. എന്താ ചായക്കടയും കള്ളുഷാപ്പും തമ്മിൽ രാവിലെ തന്നെ ഒരു പരദൂഷണം? ഞങ്ങൾ ജോസിനെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞ നാവ് എടുത്തേ ഉള്ളൂ. എന്നെ പറ്റി എന്ത് പറയാ? മൂസാക്ക പറഞ്ഞേ ജോസിനെ പറ്റി ഇപ്പൊ നാട്ടുകാർക്ക് നല്ല മതിപ്പാ. പക്ഷെ വർക്കിംഗ് മാപ്പിളയുടെ പെമ്മക്കൾക്ക് മാത്രം ഒരു മതിപ്പും ഇല്ല. അയ്യോ, അവര് തന്നോടല്ലോ പറഞ്ഞ പറയണോ? പ്രവൃത്തി കണ്ട അറിഞ്ഞൂടാ പവിത്രേട്ടാ. ആ പെങ്കൊച്ചുങ്ങളുടെ കാര്യത്തിൽ ഒരു കണ്ണു വേണം. 3 പെമ്മക്കളാ. നാളെ എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റത്തില്ല. പവിത്രേട്ടൻ വിട്ടോ, പാല് പേരി. ഒരു മിനിറ്റ്, ഇനി വന്ന്. ഹലോ, ഒന്ന് നിന്നേ. എന്താടാ മര്യാദക്ക് പറഞ്ഞാൽ നീ കേക്കില്ലല്ലേ? ജോസ് ആരെയും ഒരിക്കലേ ഉപദേശിക്കൂ, പിന്നെ പ്രവർത്തിച്ച ശീലമുള്ളൂ. ഞാനതിനിപ്പോ വേണ്ട, മേലിൽ നീ അവളെ കണ്ടാ നിന്റെ കച്ചവടം ഞാൻ പൂട്ടിക്കും. വരട്ടാതെ ജോസേട്ടാ, ഈ വരട്ട ഞങ്ങൾ കുറെ കണ്ടതാ. ആ വർക്കി മാപ്പിളയുടെ മോളെ ഞാൻ പ്രേമിച്ചതിന് തനിക്ക് എന്താ നഷ്ടം ജോസേ? പറഞ്ഞു എന്താണ് നീ വിചാരിച്ചത്? നീ എന്താണോ വിചാരിച്ചത്? ഈ ചേലക്കായ നീ ജോലി ഏതായിട്ട് ആരെങ്കിലും കളിച്ചാൽ വെട്ടി നുറുക്കും ഞാൻ. അവൻ ഒരടി കൂടെ മുന്നോട്ട് വന്നിരുന്നാൽ കത്തി ഞാൻ അവന്റെ പള്ളക്ക് കയറ്റിയനെ. എന്റെ മുത്തപ്പ, ആ കത്തിയെങ്ങാണം പള്ളക്ക് കയറിയിരുന്നെങ്കിലേ ഞാൻ സാക്ഷി പറയേണ്ടി വന്നേനെ. അതെ, ഞാൻ പോയി സിഗരറ്റ് മേടിച്ചോണ്ട് വന്നാലോ? വല്ലാത്ത ക്ഷീണം. ഓ, ഇന്ന് വേണ്ട, നാളെ. ഓക്കെ. ഞാൻ ഇവിടുത്തെ കുടുംബക്കാരനായ നാട്ടുകാർ പറയുന്നത്. പറക്കിച്ചാന്റെ സന്തോഷത്തിന് ഇത് ഇരിക്കട്ടെ ഇവിടെ, അല്ലേ? ജോസേ, ഈ കട്ടിലിനടി ഒരു സാധനം ഇരിപ്പുണ്ടായി, ഇങ്ങെടുത്ത് തന്നെ. ഈ സാധനമാണോ? ഇത് ഒറ്റവെട്ടിന് നിന്നെ നീ കൊല്ല. പക്ഷെ ഇപ്പൊ ഞാനത് ചെയ്യുന്നില്ല. എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെട്ടോ. വർക്കിയുടെ ശരീരം മാത്രമേ തളർന്നിട്ടുള്ളൂ, മനസ്സ് തളർന്നിട്ടില്ല. എന്റെ കൺമുമ്പിൽ ഇനി നിന്നെ കണ്ടുപോരുത്. എനിക്ക് ഈ ഗതി വരാൻ കാരണം എന്റെ കാളയാണ്. നീ സൂക്ഷിച്ചോ, നിന്നെക്കാൾ ബുദ്ധിയുണ്ടതിന്. എന്നോട് പൊറുക്കണം. ചെയ്തു പോയ തെറ്റുകൾക്ക് എനിക്ക് മാപ്പ് തരണം. എന്നെ വെറുക്കരുത്. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് കർത്താവ് തന്ന ശിക്ഷയാണിത്. അനുഭവിച്ചേ തീരൂ. എനിക്ക് ഈ ഗതി വരാൻ കാരണം എന്റെ കാളയാണ്. നീ സൂക്ഷിച്ചോ, നിന്നെക്കാൾ ബുദ്ധിയുണ്ടതിന്. ജോസേട്ടാ, മൂസാക്ക പറഞ്ഞ പൈസക്ക് കച്ചവടം ഉറപ്പിച്ചിരിക്കുന്നു. ഇത് അഡ്വാൻസ്. ഓ, എല്ലാം ഉണ്ടല്ലോ. എന്നാ ഞാൻ പോട്ടെ. ചവിട്ടിക്കലിനിടയിൽ എന്താ ഒരു ഇറച്ചി കച്ചവടം?
വർക്കി മാപ്പിളയുടെ കാളയ്ക്ക് ഞാൻ കച്ചവടം ഉറപ്പിച്ചു, അഡ്വാൻസും വാങ്ങി. ജോസേ ആ ഒന്ന് നിൽക്കണേ. ഋഷി ഋഷിയാണെന്ന് കരുതി വിളിച്ചതാ. താനായാലും കുഴപ്പമില്ല. എന്താ കാര്യം? നമ്മുടെ വർക്കിയുടെ കാളെ ജോസ് വിൽക്കാൻ പോവാ. അറുപതുകാരൻ മൂസയുടെ അച്ചാരം വാങ്ങി ജോസ്. എന്താ പ്രശ്നം? ജോസ് അടഞ്ഞോ? ഇടഞ്ഞു കാണും. പാവം വർക്കി, ഒരു കുടുംബത്തിന്റെ ചോറല്ലേ ആ കാള. നീ ഇന്ന് തന്നെ ഋഷിയെ കണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. കുട്ടപ്പാളെ ആസാക്കാണോ അതോ കാര്യത്തിലാണോ? വിഷ്ണു, ഇത്തരം സന്ദർഭങ്ങളിൽ ഞാൻ ആർക്കും പാരപണിയാറില്ല. പിന്നെ അല്പസ്വല്പ പ്രശ്നങ്ങൾ നമ്മൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതങ്ങനല്ല. ഋഷിയോട് ഞാൻ പറയാം. എന്തായാലും ജോസിന്റെ ചതി ഇറക്കരുത്. എവിടെ പോയി ഋഷി നിന്റെ MG കോളേജിലെ പഴയ സ്വരൂപം? കോളേജിൽ കുത്തു നടന്നപ്പോ പാർട്ടിക്കാരെയും ഗുണ്ടകളെയും വകവയ്ക്കാതെ കുത്തുവിനെ എടുത്തുകൊണ്ടുപോയനല്ലേ നീ? എന്നിട്ടാ ഇപ്പൊ വേറെ ഒരു കാളക്കാരന്റെ മുമ്പില്? ശരിയാടാ, പഴയ കഥകളൊന്നും മറന്നിട്ടില്ല. മനഃപൂർവ്വം ഓർക്കാതിരിക്കുന്നതാ വീട്ടിലെ കാര്യം ആലോചിക്കുമ്പോ. പക്ഷേ ഒന്ന് നീ ഓർത്തോ, ആ അത്തക്കാരൻ ജോസിന്റെ അവസാനം എന്റെ കൈകൊണ്ടാ. ക്ഷമിക്കണമെന്ന് പറയാൻ കൂടി എനിക്ക് വയ്യ. ഒരു വല്ലാത്ത സാഹചര്യത്തിൽ ഞാൻ വർക്കിച്ചിനെ ശപിച്ചു എന്നുള്ള സത്യ. പക്ഷേ ഒരിക്കലും ഇങ്ങനെയൊരവസ്ഥയിൽ ഞാൻ വർക്കിച്ചിനെ കാണാൻ ആഗ്രഹിച്ചിട്ടില്ല. വിചാരിച്ചതൊക്കെ നടത്തണമെന്ന് ആഗ്രഹിച്ചവനായി ഞാൻ. എല്ലാം വിധി. ശരിയാ, ഇനി ഓരോന്ന് ആലോചിച്ചിട്ട് എന്താ കാര്യം? വരുന്നതെല്ലാം നല്ലതിനല്ലേ പ്രമാണം. തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല വർക്കിച്ച. ഓരോരോ സന്ദർഭങ്ങൾ വരുമ്പോ നമ്മൾ ഓരോന്ന് പഠിക്കുന്നു. വർക്കി പഠിക്കാൻ ഇത്തിരി വൈകി. രോഗമില്ലാത്തവരെ അല്ല, രോഗികളാണ് എനിക്ക് ആവശ്യം. കർത്താവ് പറഞ്ഞ എത്ര സത്യമാണ്. കുടുംബ ബന്ധങ്ങളുടെ വില മനസ്സിലാക്കാതെ വർക്കി ഒത്തിരി അഹങ്കരിച്ചു. മത്സര ഓട്ടത്തിൽ തളർന്ന് ഒടുവിലിതാ. വർക്കിച്ച, ഇതിരിക്കട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടോ? വെച്ചോളൂ. പണത്തിന് ബുദ്ധിമുട്ടുള്ള സമയമല്ലേ. ഒരു ഉയർച്ചയ്ക്കൊരു താഴ്ചയുണ്ട്, ഒരു താഴ്ചയ്ക്കൊരു ഉയർച്ചയും. വർക്കിച്ചിന് ഇനിയും ഉയരും. കാര്യം കുട്ടപ്പൻ ആളൊരു പഞ്ചാരയാണെന്നും പാരയാണെന്നൊക്കെ നാട്ടുകാർ പറയും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ മനസ്സിൽ ഇത്തിരി നന്മ ബാക്കിയുണ്ട്. കുട്ടപ്പൻ ഈ പറയുന്നതൊക്കെ സത്യമാണോ? എന്താ അന്നമ്മേടത്തി, ഒരാപത്ത് വരുമ്പോ കുട്ടപ്പൻ കളവ് പറയോ? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. മൂസയുടെ ചങ്ങാതി റഹീമിന്റെ കയ്യിൽ നിന്ന് ജോസ് പണം എണ്ണി വാങ്ങുന്നത്. അമ്മച്ചി, നമ്മളിനി എന്ത് ചെയ്യും? തോമസ് ഊട്ടി ലിസി സോഫിയറിഞ്ഞ ദൈവമേ. ഞാൻ ഈ വിവരം ഋഷിയും ഗോപിമാഷിനെ അറിയിച്ചിട്ടുണ്ട്. അവരും വേണ്ട ചെയ്യാതിരിക്കില്ല. സമാധാനമായിട്ടിരിക്കും. കയ്യും കെട്ടി നോക്കി നിന്ന കയ്യൊക്കെയുള്ളവർ കൊണ്ടുപോകും ആലീസിനെ, അല്ലേ മാഷെ? ജോസ് തേനിക്കാരനല്ലേ, ഞാൻ പള്ളിപ്പുറത്തുകാരനാ. ആരാ ആലീസിനെ കൊണ്ടുപോകാന്ന് മാഷ് നോക്കിയോ? ഗോപി മാഷെ, അല്പസ്വല്പമൊക്കെ രാഷ്ട്രീയം കൂട്ടിനുള്ളതുകൊണ്ട് പറയാന്ന് വിചാരിക്കരുത്. മാഷ് പോയി അവളെ വിളിച്ചിട്ട് വരണം. അത്രയ്ക്കൊന്ന് പോണോ മാഷെ? 4 ആളെ അറിയിച്ചിട്ട് നടത്തിയാ പോരെ? അതല്ല മാഷേ, ആർക്കെ പറഞ്ഞതിനും കാര്യമുണ്ട്. മാഷന്മാരെന്ന് പറഞ്ഞ് നമ്മൾ താണുകൊടുത്താ നമ്മുടെ തലയിക്കല്ലേ മറ്റുള്ളവര്. ഇനി മുണ്ടുമുറിക്കോട് തിറങ്ങിയാലേ ശരിയാവൂ. മാഷ് ഇത്രയും ധൈര്യം സംഭരിച്ചെങ്കിൽ ഇനി വൈകിക്കൂടാ. വൈകിക്കൂടെന്നല്ല, ഒട്ടും വൈകിക്കൂടാ. ആ ജോസ് അവരുടെ മർമ്മത്തിൽ തന്നെ കുത്തിയിരിക്കുക. അയാളെ കളെ അറക്കാൻ കൊടുക്കാൻ പോവാ. ആ കാള അവരുടെ ജീവനാണ്. ഇപ്പൊ നമ്മളതിനെ ചേർത്തില്ലെങ്കിൽ എനിക്കെന്റെ ആലീസിന് നഷ്ടമാവും. നാളെ അയാൾ അതിന് വെക്കില്ല, അയാൾക്കതിന് കഴിയില്ല. തീർച്ച. ജോസൂട്ടിയില്ലേ, കാളയെ കൊണ്ടുപോകാൻ ആള് വന്നു.
ഒന്നും വിചാരിക്കരുത്. ജോസൂട്ടി പറഞ്ഞ പൈസ റഹീം എണ്ണി കൊടുത്തിട്ടുണ്ട്. എനിക്കിഷ്ടമുണ്ടായിട്ടല്ല, ജോസ് നിർബന്ധിച്ചിട്ടാ. കഴിച്ചോ. വേണ്ട മൂസാക്ക, ഞങ്ങളുടെ കാലം കൊണ്ടുപോവല്ലേ. ഈ ജോസ് അഡ്വാൻസ് വാങ്ങിച്ചെങ്കിൽ കാളെ കൊടുക്കാനും അറിയാം. വരി ഉടച്ച് വണ്ടിക്ക് കിട്ടുവോ എല്ലാത്തിന്റെ ജാട തീരണം. കാളക്കുട്ടനെ കൊണ്ടുപോവല്ലേ. തീർന്നല്ലോ. ഈ പശുവിനൊന്ന് ചവിട്ടിക്കണമല്ലോ. ആ പശുവിനെ അവിടെ കൊണ്ട് വെക്കട്ടെ, ഞാൻ വരാം. അറക്കുന്നതിന് മുമ്പ് അവനോരോ അവസരം കൂടെ കൊടുത്തകളെ. ദാ Ah!